ശ്രീ ടി കെ ഷാജി, ഇവിടെ കഴിഞ്ഞ തവണത്തെ ഡീനിൻ്റെ വിജയമെന്ന് പറയുന്നത് അസൂയാർഹമായ വിജയമാണ്. അത് മറികടക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. അനുകൂലമായി എന്ത് ഘടകമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ഈ വെല്ലുവിളി മുറിച്ച് കടക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഡീൻ കുര്യാക്കോസ് MP എന്ന നിലയിൽ ഈ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ശ്രീമാൻ റോയ് കെ പൗലോസ് പറഞ്ഞിട്ടുള്ള നിരവധിയായ കാര്യങ്ങളുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്നും നിലനിൽക്കുകയാണ്. അന്ന് അതിൻ്റെ പേരിൽ കിട്ടിയ ഭൂരിപക്ഷമല്ല, ഒന്ന് ഭൂരിപക്ഷം UDF അനുകൂലമായി അന്ന് നിന്നു. പക്ഷേ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കുവാൻ ഡീൻ കുര്യാക്കോസിന് കഴിഞ്ഞിട്ടില്ല. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിരവധി ചർച്ചകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുന്ന സമീപനമാണ് ശ്രീമാൻ ഡീൻ കുര്യാക്കോസ് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രാദേശിക വികസന കാര്യത്തിൽ അനുവദിക്കപ്പെട്ട ഫണ്ട് പോലും പൂർണ്ണമായി വിനിയോഗിക്കപ്പെടാൻ കഴിയാത്തൊരു MP എന്ന് പറയുന്നത് ശ്രീമാൻ ഡീൻ കുര്യാക്കോസ്. ശരി, പക്ഷേ ശ്രീ ഷാജി, ഈ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ തവണത്തെ കണക്കുകൾ പരിശോധിച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണത്. 20% വോട്ട് വ്യത്യാസമാണ് രണ്ടുപേർക്കും ഇടയിലുള്ളത്. ഡീൻ ഏതാണ്ട് 54% മുകളിൽ, ജോയ്സിന് 34%. 20% ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അസാധാരണമാണ്. അതൊക്കെ മറികടക്കുക എന്നത് സ്വാഭാവികമായി ആ ഗ്യാപ്പ് മറികടക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. 2014 നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം പരിഗണിക്കുമ്പോൾ പോലും രണ്ടുപേർക്കും ഇടയിലെ വോട്ട് ശതമാനം ഏതാണ്ട് 6% അല്ലേ? അത്രയേ ഉള്ളൂ വോട്ട് ശതമാനത്തിലെ വ്യത്യാസം. 50,000 ഭൂരിപക്ഷവും. അങ്ങനെയല്ല 2019. അല്ല ആനയും ആടും പോലെ വ്യത്യാസം ഇന്ന് നിലനിൽക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ. ഒന്ന്, ആരെ ഇലക്ട് ചെയ്യണം എന്നുള്ളത് ഇടുക്കിയിലെ ജനത തീരുമാനിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ റോയ് കെ പൗലോസ് സൂചിപ്പിച്ച കാര്യം, ഇനിയൊരു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് സാധ്യമാകണോ എന്ന് പോലും തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോകുന്നവർ ഇന്ത്യയിലെ ജനതകൾക്ക് അനുഗുണമായ നിലപാട് സ്വീകരിക്കണ്ടേ? അത് ശ്രീമാൻ ഡീൻ കുര്യാക്കോസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെയോ കോൺഗ്രസിൻ്റെയോ MP-മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഗവൺമെൻറ്റിനെയും തിരഞ്ഞെടുക്കപ്പെട്ടവരെയും വഞ്ചിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത്. നിലവിൽ നിങ്ങളുടെ തന്നെ വിലയിരുത്തലുണ്ട് ശ്രീ ടി കെ ഷാജി. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും BJPക്ക് പരമാവധി, വെള്ളം ഇവിടെ എൻ്റെ മുന്നിലുണ്ട്, BJPക്ക് പരമാവധി സീറ്റ് കിട്ടാവുന്ന സ്ഥലങ്ങളൊക്കെ അവർ പിടിച്ചു. ഇനി അതേപോലെയുള്ള ക്ലീൻ സ്വീപ്പ് വിക്ടറി എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ സാധ്യമല്ല. അതുകൊണ്ട് ദക്ഷിണേന്ത്യ അടുത്ത ലക്ഷ്യകേന്ദ്രമാക്കി അവർ മാറ്റിയിട്ടുണ്ട് എന്ന്. അവിടെ കോൺഗ്രസ് ദുർബലമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? അങ്ങനെയെങ്കിൽ അത് ഭംഗ്യന്തരേണ BJP ദക്ഷിണേന്ത്യയിലും അതുവഴി ദേശീയ തലത്തിലും കരുത്താർജിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമാകും. ഒന്ന്, കോൺഗ്രസിൻ്റെ നയസമീപനം ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയത്തിൽ ജനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ലക്ഷ്യം തടസ്സപ്പെടുത്തേണ്ടതില്ല. BJPയെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായ ലക്ഷ്യം. അത് ഇന്ത്യൻ ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണം നടത്തുക. എന്നാൽ അവർക്ക് അനുഗുണമായ നിലപാടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചത് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ സഖ്യം യോജിച്ച പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. യോജിച്ച പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങൾ വിട്ടുമാറുന്നില്ല. ഇവിടുത്തെ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ, നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വഴിയിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടാൽ അതിനെ അകറ്റുവാൻ കിട്ടുന്ന വടിയെ ചേർത്ത് പിടിക്കുക, അല്ലെ, ചേറിൽ നിന്നാണോ എന്നുള്ളതല്ല. നമ്മുടെ മുഖ്യമായ ശത്രു തോൽപ്പിക്കപ്പെടേണ്ടത് BJP ആണ്. ആ കാര്യത്തിൽ യോജിച്ച ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുക എന്നുള്ളതാണ് ശരി. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലത്ത് നമ്മുടെ നേരിട്ടുള്ള അനുഭവം, കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെൻറ്റിനെ ഇകഴ്ത്തി കാണിക്കുന്നതിനോ അട്ടിമറിക്കുന്നതിനോ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു ഇവർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി പരിശോധന നടത്തി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്ന ആരും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമാകും എന്ന് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 6% ഇവിടെ പ്രശ്നമല്ല. ശരി, വെള്ളം കുടിച്ചോളൂ.